ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മിറ്റമൊക്കെ തൂത്ത് ഒക്കെയാണ്. ഇന്ന് അവധിയാണ്. കണ്ണിന് ട്യൂഷന് പോയാൽ മാത്രം മതി. അപ്പോൾ കണ്ണിന് ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിറ്റമൊക്കെ തൂക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചേട്ടനാണ് കണ്ണനെ കൊണ്ടുവിടാൻ പോയേക്കുന്നത്. കണ്ട് രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ച് ഞാൻ മിറ്റം തൂക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചുവിന് പനിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എണീക്കാതെ കിടക്കും. ഞാൻ പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ തൂക്കാനൊക്കെ ഇറങ്ങി. അപ്പം ഇപ്പോൾ ഈ ജനുവരിയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ശരിക്കും ഇല പൊഴിയാനൊക്കെ ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇടയ്ക്കൊരു കാറ്റും ഒക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുറ്റത്തങ്ങ് കരിയിലയാകുവാണ്. അവിടെ ഇവിടെ എല്ലാം സൈഡിലായിട്ട് കുറേ കൂടി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ തൂത്ത് വാരിക്കളയാമെന്ന് വിചാരിച്ചു. രാവിലെ തൂത്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നോക്കിയാൽ പിന്നെ അപ്പടി കരിയിലയാണ്. പിന്നെ ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തൂക്കുന്നത്. അങ്ങനെ സൈഡിലൊക്കെ ഉള്ളു കരിയില, നടുക്കോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുകയില്ല. എന്നാലും നമ്മൾ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ മിറ്റം തൂക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. മിറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞേച്ച് വേണം ഇനി അടുക്കളയിലോട്ട് കാപ്പി ഉണ്ടാക്കാനൊക്കെ കയറാനായിട്ട്. അപ്പോൾ കാപ്പി ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ദോശയുടെ മാവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ദോശ ഉണ്ടാക്കുന്ന നമ്മുടെ വീഡിയോയിലൂടെ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ മിറ്റമെല്ലാം തൂത്ത് എല്ലാം കഴിയാറായി. ഇനി അതെല്ലാം ഒന്ന് വാരി വേസ്റ്റിനകത്ത് കൊണ്ടിട്ട് കത്തിക്കണം. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ വേസ്റ്റിൻ്റെ അവിടെ അറിഞ്ഞൊക്കെ നല്ലൊരു ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇലയെല്ലാം കൂടെ കത്തിക്കുമ്പോൾ ഇഷ്ടം പോലെ ചാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറേ എല്ലാം ഒന്ന് കത്തിച്ച് വെച്ച് ചാരമൊക്കെ വാരി വല്ലതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഈ കരിയിലയുടെയൊക്കെ ചാരത്തിന് നല്ല വളമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ കാക്ക എപ്പോഴും വരുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ആ ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ടാണ്, വെള്ളം കുടിക്കാൻ വരുന്നതാണ് ഈ ഉണക്ക സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതെല്ലാം ചെയ്തേച്ച് ഞാൻ മുറ്റമൊക്കെ തൂത്തുവാരി മീനും കൂടെ ഇച്ചിരി തീറ്റയൊക്കെ കൊടുത്തേച്ച് വീണ്ടും അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ഒരുമാതിരി കറുത്ത കിടക്കുന്ന പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പായൽ പിടിക്കുന്നതുകൊണ്ട് മീനൊക്കെ മേളിലോട്ട് വന്നാൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞേച്ച് നമ്മുടെ ചീരയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ചീര പറിക്കാറൊക്കെ ആയിട്ട് ചിലതൊക്കെ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളുകയല്ല തോരൻ വെക്കാനായിട്ട്, അപ്പടി പൂവായിരിക്കും. അപ്പം അതിന് മുന്നേ അതൊക്കെ പറിക്കും. ചിലതൊക്കെ ഉള്ളൂ കേട്ടോ, എല്ലാം ഒന്നുമില്ല, ചിലതൊക്കെ. എന്നാലും തോരൻ വെക്കാനായിട്ട് പറിക്കാനുള്ള പരുവൊക്കെ ആയി. ഇനിയിപ്പോൾ അത് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തേച്ച് കുറേശ്ശെ ചീരയിലൊക്കെ ചീരയുടെ തൈയല്ല ചീര ചുവടെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ അത് പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ചുവടെ പറിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത തൈകളൊക്കെ അങ്ങോട്ട് നടാം. പിന്നെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നല്ലതായിട്ടൊക്കെ വന്നോളും. അപ്പോൾ നമ്മുടെ അടുക്കള വശത്ത് ഇങ്ങനെ അടുക്കളയുടെ വെളിയിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചീരയൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമ്മൾ നട്ട് വളർത്തിയെടുത്ത പച്ചക്കറിയാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് പിന്നെ വിഷമില്ലാത്തതൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ടൊക്കെ നട്ട് വെക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാനതിനെ കുറേശ്ശെ ഇനി പറിച്ചെടുക്കുവാണ്. ഒരുവിധം വലുതായ ചീരയല്ല ഇനി പറിച്ചെടുത്തിട്ട്, അപ്പം മണ്ണ് നല്ലപോലെ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പറിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും കൂടി ഇങ്ങോട്ട് ഇളകി പോരുന്നുണ്ട്. ഞാൻ പറയുന്നത് കുറേ പച്ചച്ചീര അല്ലാതെ കിളുത്ത് നിൽപ്പുണ്ടേ. നട്ടതല്ല കേട്ടോ, തന്നെ കിളുത്ത് വന്നാൽ അത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ മണ്ണിളക്കുമ്പോഴത്തേക്ക് അതും കൂടെ ചിലതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാനടുത്ത് എല്ലാം പറിച്ചെടുത്ത് വെച്ച് ലാസ്റ്റ് പിന്നെ എല്ലാം ആ ഇളകി കിടക്കുന്നതൊക്കെ ഒന്ന് നേരെയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ചീരയും കൂടി ഇട്ട് താഴെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് പറിച്ചെടുക്കാനായിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ ചീര ഇങ്ങനെ പറിച്ചൊരു വെള്ളത്തിലോട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ പോകാൻ വേണ്ടി ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പുറത്ത് നിന്ന് നമ്മുടെ കടുക് ഇപ്പം നല്ലപോലെ വിളഞ്ഞു, അതിൻ്റെ കമ്പൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ അങ്ങ് ചേരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇനി നിർത്തി അതങ്ങ് പനലായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇനി അത് പറിച്ചെടുത്ത് അതിൻ്റെ തണ്ട് മാത്രമായിട്ട് ഇനി എടുത്ത് വെച്ച് വെയിലത്ത് വെച്ച് ഇനി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ശരിക്കും വിളഞ്ഞു കേട്ടോ. വിളഞ്ഞു തന്നെ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി അതിൻ്റെ ആ കായ ഉണ്ടാക്കുന്നതിനൊക്കെ കളർ വ്യത്യാസമൊക്കെ ഒന്ന് ചിലതൊക്കെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നല്ല വിളവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് തന്നെ വിളഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒത്തിരി അങ്ങ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോവും, ഉള്ളതെല്ലാം കൂടെ പിന്നെ പോകത്തേ ഉള്ളൂ. എന്നെയുള്ള ഒരു മൂടയും തന്നെ എനിക്ക് ഇത്രയും കടുക് കിട്ടി കേട്ടോ. അപ്പോൾ ഒരു 5-6 മൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള കടുകൊക്കെ കിട്ടും എന്നുള്ള ഇതായി. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കടുക് അതിൽ ഉണ്ടായി കിട്ടുന്നത് എനിക്ക്. പിന്നെ എനിക്കൊന്ന് മഴ സമയത്തൊക്കെ നടുമ്പോഴത്തേക്ക് ഇതങ്ങ് അളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞാണ് ഞാനിതൊക്കെ നട്ടെ. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു, എല്ലാവരും തന്നെ എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചോട്ടെ ഇത് എത്ര നാളാണ് ഈ കടുക് ഇത് വിളയാൻ നിർത്തുന്നതൊക്കെ. പക്ഷേ ഞാൻ അത്ര കൃത്യമായിട്ട് ഞാനത് ഓർത്തില്ല കേട്ടോ. ഇനി നടുമ്പം ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് എനിക്കുണ്ട്. എത്ര നാളെടുത്തെന്നും ഇത് വിളയാനൊക്കെ എത്ര നാളെടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വിളവാക്കി എടുക്കാൻ, ഉപയോഗിക്കാൻ പരുവാക്കി എടുക്കുന്ന എത്ര ഇതാണെന്നുള്ളത് നോക്കണമെന്നുണ്ട്. അത് ഇനി നടുമ്പോഴത്തേക്ക്. അതിനാൽ ഇനി ഞാൻ 2-3 മൂടൊക്കെ നടാൻ തീരുമാനിച്ചു. ഉള്ളതാട്ടെ. നമ്മൾ വീട്ടമ്മമാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ലെന്ന് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്നേലൊക്കെ ആദ്യമൊക്കെ എന്നേലൊക്കെ ഒന്ന് പാളി പോവുമായിരിക്കും. എന്നാലും അടുത്ത പ്രാവശ്യം എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ കേട്ടോ. എന്നേലൊക്കെ നട്ട് വെച്ചത് ശരിയായില്ല, അത് ശരിയാകുന്നതിനും വരെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നിട്ടും പറ്റിയില്ലെങ്കിലേ ഉള്ളൂ ഞാനത് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പം ഞാനിതിവിടെ പുറവശത്ത് വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അവിടോട്ട് വെച്ച് അതങ്ങ് നല്ലപോലെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലപോലെ ഉണങ്ങി ഒരെണ്ണത്തെ ചുമ്മാ തൊട്ടതാട്ടോ, അന്നത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോയേ.
അപ്പോൾ അത് കടുക് താഴെ വീണു. അപ്പോൾ അത് ഞാൻ കയ്യിലേക്ക് ഇങ്ങനെ തോണ്ടിയെടുക്കുവാണ്. അപ്പം നമുക്കിനി ബാക്കി ഇത് പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അന്നേരം കാണിക്കാം കേട്ടോ. അപ്പോൾ അച്ചു ഇവിടെ ഇരിപ്പുണ്ട്. അച്ചുവിന് നല്ല പനിയുടെ ലക്ഷണം ഒക്കെയാണ്, മൂക്കൊലിപ്പുണ്ട് നല്ലപോലെ. അപ്പോൾ അച്ചുവിൻ്റെ വയ്യാഴികയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, അതുകൊണ്ട് അതേ കടുകൊണ്ട് ഇതേ കടുകൊണ്ട് അത് പൊട്ടിച്ച് നോക്കി ഇത് പൊട്ടിച്ച് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു സൈഡിൽ കൂടെ. അപ്പോൾ ഇനി ഇത് വെയിൽ കൊള്ളാൻ വെച്ചതിന് ശേഷം ഇനി അകത്തോട്ടുള്ള പണിക്കൊക്കെ ഇനി കയറാനും കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ അച്ചുവിന് വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നെ പറ്റി ആർക്ക്? ആ അല്ല, എപ്പോഴും പനി, എപ്പോഴും. രാവിലെ കുളിച്ചേ തല തോർത്താൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അതാ വയ്യട ടുട്ടിടു മോന്, അമ്മയുടെ പഞ്ചരിക്ക് വയ്യട. ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നല്ലോ, തണുപ്പും കാറ്റും ഒക്കെ ആയിട്ടാ. എന്നാ പോയിരുന്നല്ലോ പഠിച്ചു, എന്നാ പോയി കിടന്നു. അയ്യ, റിമോട്ട് എടുത്ത അതിലാണ് എന്നിട്ട് ജീവൻ ഇരിക്കുന്നത്. ആട്ടുംകുഞ്ഞിനെയൊക്കെ ആട്ടുംകുഞ്ഞ കൊച്ചുമോടെയൊക്കെ. തൊട്ടപ്പുറത്തെ പറമ്പിൽ ആടിനെ കൊടുക്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആ കുഞ്ഞ് ആട്ടുംകുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങോട്ടങ്ങ് തിരിഞ്ഞു. പിന്നെ ചീരയിലെല്ലാം ഞാൻ അരിയുമായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ തണ്ടും കൂടെ എടുക്കും കേട്ടോ. ചീരയിൽ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി മൂത്ത തണ്ടല്ല, എളുപ്പം തണ്ടാണെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് അരിഞ്ഞെടുക്കുക. ഇല മാത്രമല്ല എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചീരയിലെല്ലാം അരിഞ്ഞെല്ലാം ഞാൻ വെച്ചു. ഇനി ചീര തോരൻ വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച് വെച്ച് കടുകിട്ട്, അപ്പോൾ കടുകിൻ്റെ കൂടെ ഉണക്കമുളകും കൂടെ ഇടുന്ന കേട്ടോ. ഉണക്കമുളക് ഇപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ ഇരിപ്പുള്ളൂ. അപ്പം പെട്ടെന്ന് തീരും. എന്നതിനെങ്കിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒത്തിരി നമ്മളങ്ങോട്ട് മേടിക്കുന്ന ഉണക്കമുളക്, ഈ മുളക് പൊടിയൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഉണക്കമുളക് തീർന്നിരിക്കുകയാണ്. ഇനി അതൊക്കെ മേടിക്കാനുണ്ട്. ഉണക്കമുളക് ഇട്ടില്ല കേട്ടോ. ഉണക്കമുളക് കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ കടുക് മാത്രം ഇട്ടേച്ച് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും പിന്നെ മഞ്ഞളും കൂടെ ചേർത്ത് ചതച്ചാണ്. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തേച്ച് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യമുള്ള ഉപ്പും കൂടി ഈ അരപ്പിനകത്തോട്ടാണ് ചേർക്കുന്നത്. അരപ്പിനകത്തോട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചീരയില അരിഞ്ഞ് വെക്കുന്നതും കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ ഉപ്പ് എല്ലാ ഇലയിലും എല്ലാം പിടിക്കും കേട്ടോ. ഇങ്ങനെ അരപ്പേ നമ്മൾ ഉപ്പ് ചേർത്തെടുക്കാമെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബീൻസ് തോരൻ വെച്ചപ്പോഴത്തേക്ക് വിജി എന്നോട് ചോദിച്ചു പച്ചമുളകാണ് അരയ്ക്കുന്നത്, അതുകൊണ്ട് പച്ച കളർ ഇരിക്കുന്നത്. ഞാൻ മുളക് പൊടി ചിലപ്പോഴെങ്ങാനും ഒക്കെ ചേർത്തെങ്കിലും ഉള്ളൂ കേട്ടോ. ഇവിടെ പക്ഷേ ചേട്ടൻ്റെ അമ്മയൊക്കെ വെച്ചുകൊണ്ടിരുന്ന മുളക് പൊടിയായിരുന്നു കൂടുതലും ചേർക്കുന്നത്. ഞാൻ ഈ മഞ്ഞളും പച്ചമുളകും ഒക്കെയാണ് കൂടുതലും ചേർക്കുന്നത്. എനിക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടം. അപ്പം ഇവിടെ ചേട്ടനും അങ്ങനെ എടുക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. മുളക് ചിലപ്പം ഇതിൻ്റെ കൂടെ അരിഞ്ഞിടും ബീൻസിൻ്റെ ഒക്കെ കൂടെ. അല്ലെങ്കിൽ അരിയാൻ മറന്നു പോയെങ്കിൽ ഞാനത് തേങ്ങ ചതക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് ചതച്ചിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലും പയറിനാണ് എടുക്കുന്ന. കാര്യം ഈ ബീൻസിന് അങ്ങനെ മറക്കത്തില്ല ഞാൻ. ബീൻസിന് ഈ നമ്മൾ സവോള അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ അരിയും. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുക. അതേസമയം പയറെന്ന് പറയുമ്പോൾ അതിന് ഞാൻ സവോള ചേർക്കാറില്ല. പയർ വെന്തേച്ച് പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ചതച്ച് ചേർത്ത് ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ മറന്നു പോകും പച്ചമുളക് അരിയിടാനായിട്ട്. അന്നേരം മിക്കപ്പോഴും ചതയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീരയ്ക്ക് വലിയ താമസമൊന്നുമില്ല കേട്ടോ. ചീര വെന്ത് കിട്ടാനാണേലും ചീര പെട്ടെന്ന് നമുക്ക് അരിയുന്ന താമസം മാത്രമേ ഉള്ളൂ. ചീര വെന്ത് പെട്ടെന്ന് കിട്ടും. അപ്പം ഞാൻ അരപ്പെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആവിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയെ പറ്റി എന്നാ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മളോട് തുറന്ന് പറയാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഇതിന് സോഡാപ്പൊടി ചേർക്കരുത്, ഈസ്റ്റ് ചേർക്കരുത്, നിങ്ങളൊരു നേഴ്സല്ലേ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, സോഡാപ്പൊടി ഈസ്റ്റും ഒക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നും വേണ്ട നമ്മൾ ആരും അത് ഉപയോഗിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറയും ഇത് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ബ്രെഡ് മേടിച്ച് കഴിക്കാറില്ലേ ഒരു പനി വരുമ്പോഴത്തേക്ക്? അതിനകത്ത് എന്നതാ ചേരുന്നതെന്ന് വിചാരിച്ചേക്കുന്നത്? അതിനകത്ത് മൈദയും ഈസ്റ്റും ഒക്കെ ചേരുന്നുണ്ട്. അപ്പം അത് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ മിക്കതിനും ഈസ്റ്റും ഇതൊക്കെ ചേർന്നാണ് ഉണ്ടാക്കുക. ബന്ന് എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതിനകത്താണെങ്കിലും സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും എല്ലാം ചേർക്കുന്നില്ല അതിനകത്ത്. അതും നമ്മൾ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അത് മതി, കേക്ക് മതി. അപ്പം പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നമുള്ള നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന പച്ചക്കറിക്കകത്ത് ഒരിച്ചിരി സോഡാപ്പൊടി ചേർത്തുകൊണ്ട് നിങ്ങളൊരു നേഴ്സാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. നമ്മൾ എല്ലാവരും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒരിച്ചിരി സോഡാപ്പൊടിയും ഒരിച്ചിരി ഈസ്റ്റും ഒക്കെ ചേർത്തൊന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ കൂടുതൽ വിഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ. ഞാനൊക്കെ ഉണ്ടായ കാലം മുതൽ ഞങ്ങൾക്ക് ഈ ഈസ്റ്റ് സോഡാപ്പൊടിയൊക്കെ ചേർത്ത അപ്പങ്ങളൊക്കെ തന്നെയാണ് അമ്മയൊക്കെ തന്നിട്ടുള്ളത്. അവർ ചെയ്യുന്നത് കണ്ടാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്.
അപ്പം നമ്മുടെ മീനും എല്ലാം റെഡിയായി, ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ വീഡിയോസൊക്കെയാണ് എടുത്തത്. അപ്പം നമ്മുടെ കടുക് നമ്മൾ രാവിലെ വെയിൽ കൊള്ളാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചിലതൊക്കെ നല്ലപോലെ അങ്ങ് ഉണങ്ങി. ഇനിയും കുറച്ചൊക്കെ ഉണങ്ങാനുണ്ട്. നമ്മൾ അതേ പിടിച്ചൊന്ന് ഞെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പൊട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് നടുക്കൊരു നാര് പോലെ ഉണ്ട്. ആ നാരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കടുക് നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ 2 സൈഡ് ഇളക്കി കളയുമ്പോഴത്തേക്ക് ആ നടുക്കുവശത്ത് ഇത് നിൽക്കുക. അതിലിങ്ങനെ തൊടുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ താഴോട്ട് വീഴുന്നുണ്ട്. നല്ലപോലെ എടുക്കാൻ എളുപ്പമുണ്ട്, വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇച്ചിരിയും കടുകൊക്കെ അല്ലേ ഉള്ളൂ, നമുക്കതൊന്ന് ഇച്ചിരി സമയം എടുത്ത് ഒന്ന് ചെയ്തെടുക്കാമെന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് നട്ട് ഇത്രയും കൊണ്ടുവരാമെങ്കിൽ അതിലെ കടുക് ഊരിയെടുക്കാനുണ്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. എടുക്കാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തു. ബാക്കി ഒന്നും കൂടെ വെയിലൊക്കെ കൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ എടുത്തതിനകത്ത് എല്ലാം കടുകൊക്കെ ഇച്ചിരി കൂടെ ഒക്കെ ഉണങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ ഒന്ന് എടുക്കാമെന്ന് വെച്ചു. ഒത്തിരി ഒന്നുമില്ല, ഇനിയിപ്പോൾ 1 സ്പൂൺ കടുകേ ഉള്ളതിലും നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാടിന് ഒരു പ്രയോജനം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. അതെല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു എന്താ, അവിടെ കുറേ ഡോഗ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോൾ ചെന്നാലും ചെരുപ്പ് എടുത്ത് അന്നേരം ഒന്നെങ്കിൽ ടീച്ചർ എടുത്ത് അകത്ത് വെക്കും, ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയും അകത്തോട്ട് ഊരിയിട്ടോന്ന് പറയും. കാര്യം ഇതുങ്ങൾ ചെരുപ്പ് എടുക്കും. പക്ഷേ ചേട്ടനും അവിടെ തന്നെ ഊരിയിട്ടായിരുന്നു. ചേട്ടൻ്റെ ചെരുപ്പ് തൊട്ടില്ല. അതിന് എന്നോടായിരിക്കും തോന്നുന്നു വൈരാഗ്യം തോന്നുന്നു. എൻ്റെ ചെരുപ്പ് എന്നാണല്ലോ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ വള്ളിയൊക്കെ കടിച്ച് പൊട്ടിച്ച് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി എങ്ങോട്ടെങ്കിലും പോകാനായിട്ടൊരു ചെരുപ്പില്ല, അതുകൊണ്ട് ചെരുപ്പ് എടുക്കാം. പിന്നെ എനിക്കത് മേടിച്ചിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എങ്ങും പോകാത്തതുകൊണ്ട് എൻ്റെ ചെരുപ്പ് എപ്പോഴും അച്ചു കൂടുതൽ ഇട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ ചെരുപ്പ്. അതങ്ങനെ വലിയ ഡാമേജ് ഒന്നും വരാറില്ല. അച്ചു ഒരു ദിവസം ഇട്ടാൽ മതി, നശിപ്പിച്ച് കൊണ്ട് തരും. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കഴിവതും ഞാൻ സൂക്ഷിച്ചേ വെക്കത്തുള്ളൂ. എനിക്ക് നശിപ്പിച്ച് കളയുന്ന വലിയ താല്പര്യമില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് വന്നതിന് ശേഷം ചേട്ടൻ്റെ മുടിയൊക്കെ വെട്ടണം. ഇത് ഞങ്ങളുടെ പാലത്തിന് ഇക്കരയിലുള്ള സ്ഥലം, ഞങ്ങളുടെ ഏരിയയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് കടയിൽ മുടി വെട്ടാനൊക്കെ കയറി. അതെനിക്കൊരു പോസ്റ്റായിപ്പോയി കേട്ടോ. കുറേ നേരം ഞാനവിടെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടത് ഇതാ. എനിക്കിഷ്ടപ്പെട്ടതല്ല, ബാബുച്ചേട്ടന് ഇഷ്ടപ്പെട്ട് മേടിച്ചാൽ എനിക്കത് മതി കേട്ടോ. അല്ലാതെ നിൻ്റെ ഒന്നും ഇഷ്ടം ഞാൻ ഇവിടെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. തൊപ്പിക്കോഴി അച്ചു, പനി മാറിയില്ലേ? അച്ചുകൂടും പറഞ്ഞ പനിയാ പനി. എത്ര ദിവസം കാണും ഈ പനി ഇനി? ഓഹോ, അങ്ങനെയൊന്നും ഇല്ല, നാളെ കൊണ്ട് മാറും. പിന്നെ പറ്റത്തില്ല, മര്യാദയ്ക്ക് സ്കൂളിൽ പോക്കണം. എൻ്റെ പൊന്ന് കാണാൻ നശിപ്പിക്കാതെ. എനിക്ക് എന്താന്നോ, എനിക്കൊന്നുമില്ല എൻ്റെ വീട്ടിലെ സാധനം നശിപ്പിച്ചാല്. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? എന്നോട് അപ്പനോട് ഉള്ളണ്ടല്ലോ മിണ്ടാത്ത, അല്ലെ ഇപ്പൊ കേൾക്കായിരുന്നു മറുപടി ടപ്പേന്ന്. അതിന് ഞാൻ പേടിക്കട്ടെ? ഞാനാ പറഞ്ഞ മേടിക്കണ്ടെന്ന്. അയ്യോ, പശയുടെ കാര്യം പറയാൻ പറഞ്ഞേ. ഞാനാ ബാസോട് പറഞ്ഞു ഒന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചടി എന്നേലും മേടിക്കട്ടെ. ഞാൻ സത്യം, ദൈവ സത്യം, ഞാനാ പറഞ്ഞ മേടിക്കണ്ട. ആണടാ, ഞാൻ ദ്രോഹിയാണ്. എന്നത് ചോക്കി ഒരുമാതിരി നൂല് പോലത്തെ സാധനം തൊണ്ടേ പോയി കഴിഞ്ഞ ദിവസം ചത്തു പോകേണ്ടതായിരുന്നു. അയ്യോ, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൊണ്ട് നീ തരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ആ കവർ എന്റെ തൊണ്ടേ പോയായിരുന്നു. ചെമ്പരിയാടുകൾ ഏതാ അത്? അമ്മ മനമുരുകും. അതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ നിങ്ങൾ അലാറം വെക്കാതിരുന്നേ. ഞാൻ സെറ്റാക്കി തരാം അലാറം. രണ്ടുപേരുടെ പോയി തുണി എടുത്തോണ്ട് പോവാ, പിള്ളേരെ എനിക്ക് കുളിക്കാൻ കയറണം പറയുന്ന കേക്ക്. ശരിയേ, തന്ത ഇപ്പൊ ഇങ്ങോട്ട് വരും, ഞാൻ ചോദിക്കാവേ. മക്കൾക്ക് എനർജി. നിനക്കൊക്കെ പിന്നെ ഞങ്ങള് രാവിലെ ഉച്ചയ്ക്കൊക്കെ തന്ന തവിടാണോ? കഴിക്കാൻ വരണമായിരുന്നു, പോത്തുപോലെ കിടന്ന് ഉറങ്ങല്ലായിരുന്നു. ആ, രാവിലെ ചിക്കനും ഒക്കെ കഴിച്ചു പോയി കിടന്ന് ഒറ്റ ഉറക്കം. പിന്നെ എണീക്കുന്ന എപ്പോഴാ? വിളിച്ചിട്ട് പോലും എണീറ്റോ? ചെല്ലു പിള്ളാരെ. അച്ഛൻ്റെ ഫോൺ ഇങ്ങ് എടുത്തുണ്ടോ നീ?
രണ്ടിനോട് എത്ര നേരം വേദന തുണി എടുക്കാൻ പറഞ്ഞിട്ട്. ഇന്നാളത്തെ പോലെ കയറിപ്പട കണ്ണ. പിന്നെ അല്ല, നീ കാണിച്ചിട്ടല്ലേ? അതെ. അല്ല, അന്നൊരു നീല നിക്കറായിരുന്നു. പോയി എടുക്ക് പിള്ളേരെ, എല്ലാം എടുത്തോണ്ട് വരണേ. അച്ഛൻ്റെ എൻ്റെ ഡ്രസ്സ് മുഴുവൻ എടുത്തോണ്ട് വരണം. അപ്പോൾ കണ്ണനെ അച്ഛനെയും കൂടെ തുണി എടുക്കാനൊക്കെ കയറ്റിയിട്ടാണ് രണ്ടുപേരും പോയി. ഞങ്ങളുടെ രണ്ടുപേരും ഡ്രസ്സെല്ലാം കഴുകി ഉണങ്ങി കിടക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ അതെല്ലാം മൊത്തം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അതെല്ലാം എടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ വൈകിട്ട് ഗേറ്റൊക്കെ പൂട്ടാനായിട്ടൊക്കെ ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ തുടങ്ങുവാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വൈകിട്ടത്തെ ഫുഡ് കഴിക്കുന്നതിലൊന്നും ഇല്ല കേട്ടോ. കാര്യം ഞങ്ങളിതെല്ലാം കഴിച്ച് പിന്നെ എപ്പോഴും ഫോണും കൊണ്ടുവന്നാൽ ഇവരെന്നെ ശരിയാക്കും. 24 മണിക്കൂർ ഇതേ ഉള്ള പണിയെന്ന് ചോദിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ പിന്നെ കണ്ണൻ ഇച്ചിരി ഇടങ്കേട് കൊണ്ടാണെങ്കിൽ ഉണ്ടല്ലോ മാക്സിമം പാര വെക്കും അവൻ ചേട്ടൻ്റെ അടുത്ത്. എനിക്കിട്ട് പണിയാതിൻ്റെ അത്രയും അവൻ ഡയലോഗ് അടിച്ച് എന്നെ ഇതാക്കും. അതുകൊണ്ട് ഞാൻ സാഹചര്യവും സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ. അപ്പോൾ ഈ രാത്രിയിലെ വീഡിയോസൊക്കെ എടുത്തത് അച്ചുവാണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ മറക്കണ്ട കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവരെ.